സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയെ കാണാനായിട്ട് ഓടിപ്പാഞ്ഞ് അമ്പലത്തിലെത്തിയ രാധികയുടെ മുമ്പിൽ നടക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 കാറിൽ ഗുണ്ടകൾ വരുണിൻ്റെയും സൂര്യയുടെയും ആ കാറിനെ വളഞ്ഞിട്ടിരിക്കുകയാണ്. ഈ സമയം ശ്യാമേനെയും അമൃതനെയും സേഫായിട്ട് വരുണും സൂര്യയും കാറിലിരുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഗുണ്ടകളോടൊക്കെ ഫൈറ്റ് ചെയ്യുവാണ്. ഈ സമയം അതിലൊരാൾ രാധികയുടെ കഴുത്തിൽ കത്തിവെക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് ശ്യാമ ഭയന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും വരുൺ ശ്യാമയെ കാറിനകത്തേക്ക് തന്നെ ഇരുത്തുവാണ്. എന്നിട്ട് ആ ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കി രാധികയെ രക്ഷിച്ച് അവരെല്ലാം അവിടെ നിന്ന് ഓടിച്ചു വിടുവാണ് കേട്ടോ. ഈ സമയം വരുണിൻ്റെ സൂര്യയുടെയും തല്ലുവാങ്ങി കുറേ പേര് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ സൂര്യയും വരുണും കൂടി ഓടി രാധികയുടെ അരികിലെത്തുവാണ്. അന്നേരം ഒരിക്കും പെട്ടെന്ന് അവർ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് വരുണിൻ്റെ സൂര്യയുടെയും കാറിനരികിലുണ്ടായിരുന്ന വണ്ടികളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകുവാണ്. അത് കാണുന്നതും അവർ ഭയന്നു പോകുവാണ്. എല്ലാ ഗുണ്ടകളെയും ഓടിച്ചു വിട്ടതാണല്ലോ, പിന്നെ ഇവരാരാണെന്നുള്ള മട്ടിൽ അവർ 3 പേരും കൂടി കാറിന് അങ്ങോട്ടേക്ക് ഓടി കാർ തുറന്ന് നോക്കുമ്പോഴായിരിക്കും അവിടെ അമൃതയും ശ്യാമയില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാകുന്നത്. അങ്ങനെ ആ കാറിൻ്റെ പിന്നാലെ കുറച്ച് ദൂരം പോയെങ്കിലും വരുണ് സൂര്യക്കാരെ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ തൻ്റെ കൺമുമ്പിൽ വെച്ച് വീണ്ടും അമ്മയെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ രാധിക അലറി വിളിച്ച് കരയുന്നുണ്ട്. സൂര്യയിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ മുത്തശ്ശിക്കും പത്മിനിയൊക്കെ ഒത്തിരി സങ്കടമാകുവാണ്. ഭഗവാൻ എന്തിനാ നമ്മളോട് ഇങ്ങനെ ഈ ദ്രോഹം ചെയ്യുന്നത്? ശരിക്കും ഭഗവാൻ ശിക്ഷിക്കുന്നത് നമ്മളെയാണ്. ശ്യാമ തിരിച്ചു വന്നിരുന്നെങ്കിൽ നമ്മുടെ ഈ അവസ്ഥയിൽ എന്താണെങ്കിലും സഹായിച്ചാനേ. പക്ഷേ നമ്മൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്, ഈ കുഴിയിൽ തന്നെ കിടക്കണം എന്നാഗ്രഹിക്കുന്ന ആരോ ഒരാളാണ് ശ്യാമയോട് ഈ ദ്രോഹം ചെയ്തത്. രാധികമ്മളുടെ കാര്യം ഓർക്കുമ്പോഴോ കഷ്ടം, അവളിതെങ്ങനെ സഹിക്കും എന്നും പറഞ്ഞ സങ്കടത്തോടെ നിൽക്കുവാണ് മുത്തശ്ശിയും പത്മിനിയൊക്കെ. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരതി രാധികേനെ കാണാനായിട്ട് വീട്ടിലെത്തുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആരതി രാധികനെ ആശ്വസിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പിന്നീട് വരുണിനെയും കാണുന്നുണ്ട്. വരുണിന് പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനായിട്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുവാണ്. അന്നേരം വരുണാണെങ്കിൽ അത് സ്നേഹത്തോടെ നിരസിക്കുക. സാമ്പത്തികമായിട്ടുള്ള സഹായമൊന്നും ആരതിയുടെ ഭാഗത്തുനിന്ന് വേണ്ട, അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അധ്വാനത്തിലൂടെ രക്ഷപ്പെടണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ആരതിയോട് ഒരു വിരോധം ഉള്ളതുകൊണ്ടല്ല എന്ന് പറയുവാണ്. പിന്നീട് രാധികയോട് സംസാരിക്കുവാണ്ടോ ആരതി. വരുൺ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നീ എൻ്റെ സഹായം സ്വീകരിക്കണം, ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ, നീ എന്നെ ചേച്ചിയുടെ സ്ഥാനത്തല്ലേ കാണുന്നത്. അതൊക്കെ ശരി ആരതി ചേച്ചി, പക്ഷേ ഈ കാര്യത്തിൽ വരുണിൻ്റെ തീരുമാനം എൻ്റെയും വരുൺ ഇഷ്ടമല്ലാത്തതൊന്നും ഞാനും ചെയ്യില്ല. പിന്നെ ആരതി ചേച്ചിക്ക് എന്നെ സഹായിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരുമോ? നീ എന്താണെങ്കിലും പറഞ്ഞോ, എനിക്കെൻ്റെ അമ്മയൊന്ന് കണ്ടെത്തി തരാമോ? വരുണിന് ചെയ്യാനായിട്ട് നീ കുറേ കാര്യങ്ങളുണ്ട്, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണം, പുതിയ ബിസിനസ്സോ എന്താണെന്ന് വെച്ച് തുടങ്ങണം. അതിനുവേണ്ടി വരുണിൻ്റെ കൂടെ എനിക്കും നിൽക്കണം. അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും പറ്റിയില്ലെന്ന് വരും. ചേച്ചിക്ക് എൻ്റെ അമ്മയെ എവിടെയാണെന്ന് കണ്ടെത്തി തരാൻ പറ്റുമോ? അതിനെന്താ അധികം? നിൻ്റെ അമ്മയുടെ സഹായം ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാനും എൻ്റെ അമ്മയും ഇന്ന് ഈ ഭൂമിയിൽ ജീവനോട് തന്നെ ഉണ്ടാവില്ല. അങ്ങനെ എന്നെ സഹായിച്ച ഞാൻ ഇന്നീ കാണുന്ന നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാത്തിനും കാരണം ചെറിയമ്മയാണ്. ആ ചെറിയമ്മയെ എവിടെയാണെങ്കിലും നിൻ്റെ മുമ്പിൽ അധികം വൈകാതെ ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും. ഇന്നു മുതൽ എൻ്റെ അന്വേഷണം അതിനുവേണ്ടി മാത്രമായിരിക്കും. നോക്കിക്കോ, ഒരു ദിവസം നിൻ്റെ അമ്മയും കൂട്ടി ഞാൻ നിൻ്റെ മുമ്പിലേക്ക് വരും. അങ്ങനെ ആരതിയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതും രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാക്കുവാണ്. സന്തോഷത്തോടെ രാധിക ആരതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ആരതി പറയുന്നുണ്ട്, രാധികെ നിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലേക്ക് വലിയ മാറ്റം വന്ന പോലെ, വലിയ പക്വത വന്ന പോലെ. ഇനിയിപ്പോൾ അങ്ങനെ ആകാതെ പറ്റില്ലല്ലോ ചേച്ചി. ഞാൻ കാണിക്കുന്ന ആത്മധൈര്യത്തിലും എൻ്റെ വാക്കുകളിലും ആശ്രയിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്. അവർക്കെല്ലാവർക്കും ശക്തി പകരേണ്ടത് ഞാനല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ തളർന്നു പോയാൽ അത് അവരും കൂടി തളർന്നു പോകുന്നത് പോലെ ആവില്ലേ? അതിലെനിക്ക് പറ്റില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മളെ വല്ലാതെ മാറ്റിക്കളയില്ലേ? കാട്ടുതീയുടെ നടുവിൽ കൊണ്ടിട്ടാൽ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ? ആരവസ്ഥയിലായിപ്പോൾ ഞാനും. നീ വിഷമിക്കേണ്ട രാധികെ, എല്ലാം മാറും. നിൻ്റെ കൂടെ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കാൻ വരുണിനെ പോലെ ഒരാളുണ്ടല്ലോ. ധൈര്യം വിട്ടിരിക്കുക, നിനക്കെല്ലാം നേരിടാൻ പറ്റും. അധികം വൈകാതെ നീ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന നിൻ്റെ അമ്മയെ കണ്ടെത്തി ഞാൻ നിൻ്റെ മുമ്പിലേക്ക് വരും. അങ്ങനെ പറഞ്ഞ് ആരതി അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലം ഉണ്ടോ. അവിടെ ഉർവശിയാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള പുതിയ വള കൽപ്പനയെ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് കൽപ്പന പറഞ്ഞേ, എൻ്റെ ചെറിയമ്മേ കൊള്ളാലോ, ഇത് ആര് തന്നതാ? ചന്ദ്രേട്ടൻ വാങ്ങിച്ചു തന്നതാ. എനിക്ക് തോന്നി, അല്ലെങ്കിൽ തന്നെ ചെറിയച്ഛൻ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുവാണ്. എന്നാലും ചെറിയമ്മയുടെ ഒരു ഭാഗ്യം. അന്നേരം ഉർവശി പറയണേ, ഈ ചന്ദ്രേട്ടൻ്റെ ഒരു കാര്യം എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണമെന്നറിയില്ല. പിന്നെ മാത്രമല്ല ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയതിൻ്റെ ത്രില്ലിലാണ് പുള്ളിക്കാരൻ. അങ്ങനെയൊക്കെ അവർ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും കേട്ടോ പത്മിനി ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ തുടച്ചുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഉർവശി പറയണേ, എട്ടത്തി അതെ അവിടെയൊക്കെ ഒന്നും നല്ല ബലത്തിൽ തുടക്കണേ, ഒരു പൊടി ഉണ്ടാകാൻ പാടില്ല.
പത്മിനിക്കാണെങ്കിൽ ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ തീരെ ഇഷ്ടമല്ലാതെ തന്നെ ആ ജോലികളൊക്കെ ചെയ്യുവാണ് പത്മിനി. ഈ സമയം ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സൂര്യ അതുകൊണ്ട് പത്മിനിനെ തടയണേ. അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അമ്മയോട് ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? എൻ്റെ അമ്മയെ കൊണ്ട് ഇങ്ങനെ ജോലി എടുപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. കൽപ്പനെ, നീ ഇത് കണ്ടില്ലേ അമ്മ ജോലി എടുക്കുന്നത്? നിനക്കൊന്നും ഒന്ന് സഹായിച്ചാൽ എന്താ? അന്നേരം ഉർവശി പറയണേ, അതെ, ഞാനാണ് ഇവളോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ ജോലികൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഈ ഉർവശി പറയും. അതനുസരിച്ചാൽ മതി ബാക്കിയുള്ളവർ. ഇനി അങ്ങോട്ടെ ഈ കണിമംഗലത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കണിമംഗലം ഉർവശിയായിരിക്കും. അത് കേട്ട് സൂര്യ ചോദിക്കണേ, കണിമംഗലം ഉർവശിയോ? എന്നു മുതൽ നിങ്ങൾ അങ്ങനെയായത്? ഹാ, അത് കൊള്ളാം. നിനക്കറിയില്ലേ സൂര്യ, ഇപ്പോൾ ഈ കണിമംഗലത്തിൻ്റെ ഉടമ എൻ്റെ ഭർത്താവ് ചന്ദ്രേട്ടനല്ലേ? അപ്പോൾ ചന്ദ്രേട്ടൻ തന്നെയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നീ അടക്കം ഈ വീട്ടിലുള്ള എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടത്. അത് കേട്ട് സൂര്യക്കങ്ങ് ദേഷ്യം കയറുക. നിങ്ങൾ ചതിയിലൂടെ വെട്ടിപ്പിടിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നതെങ്കിലുണ്ടല്ലോ, അത് വേണ്ട. അമ്മേ, ഇതൊക്കെ കേട്ടും കണ്ടും എന്തിനാ ഇവിടെ സഹിച്ചു പിടിച്ച് നിൽക്കുന്നത്? അമ്മ അച്ഛനും മുത്തശ്ശിയും എൻ്റെ കൂടെ വാ, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഇതുപോലെ ഇവരുടെയൊക്കെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ നിന്ന് ജീവിക്കേണ്ട കാര്യം നമുക്കുണ്ടോ? അതേക്കുന്നതും കൽപ്പന വരണേ. എൻ്റെ സൂര്യ, എന്ത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവരിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ കൊട്ടാരത്തിലാണല്ലോ താമസിപ്പിക്കാൻ പോകുന്നത്. ദേ കൽപ്പനെ, താൻ കൂടുതൽ സംസാരിക്കേണ്ട. താൻ ഇവരുടെ പക്ഷത്ത് നേർന്ന് നിന്നോ. എൻ്റെ അമ്മയും മുത്തശ്ശീനെയൊക്കെ ഇവനിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ താൻ ഉള്ളിൽ സന്തോഷിക്കുവാണെന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും ശാശ്വതമായിരിക്കില്ല. ഈ സമയം ഉർവശി പറയുന്നുണ്ട്, അതെ, ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് എങ്ങോട്ടാണെന്ന് വെച്ച് ഇറങ്ങിപ്പോകാം. ഞാനാരെ ഇവിടെ പിടിച്ചു നിർത്താനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഉർവശി പറയുന്നത് അനുസരിച്ച് വേണം നിൽക്കാനായിട്ട്. അല്ലാതെ ഇവിടെ അങ്ങ് ഞെളിഞ്ഞ് നിൽക്കാമെന്ന് ആരും കരുതണ്ട. നീ വാടി കൽപ്പനെ. അങ്ങനെ പറഞ്ഞ കൽപ്പനേനെയും കൂട്ടി ഉർവശി അകത്തേക്ക് പോകുവാണ്. ഈ സമയം പത്മിനി പറയണേ, സൂര്യ, എന്താ ഇതൊക്കെ? വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഞാനും അമ്മയൊക്കെ സന്തോഷത്തോടെയാണ് ഇവർ പറയുന്നതൊക്കെ അനുസരിച്ച് ഇവിടെ നിൽക്കുന്നതെന്നാണോ നീ വിചാരിക്കുന്നത്? നമ്മുടെ ഗതികേട് കൊണ്ടല്ലേ മോനെ. നീ പറയുന്നത് പോലെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? പരമേശ്വരേട്ടന് അത് സഹിക്കാൻ പറ്റുമോ? അച്ഛൻ്റെ അല്ലേ ഈ സ്വത്തുക്കളെല്ലാം? മരണം വരെ ഇവിടെ ഈ വീട്ടിൽ കിടന്ന് മരിക്കണം എന്നാ അച്ഛൻ്റെ ആഗ്രഹം. അങ്ങനെയുള്ളപ്പോൾ അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവരെ എതിർക്കാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് ഞാനും അമ്മയും ഇവർ പറയുന്നതെല്ലാം സഹിച്ചിവിടെ നിൽക്കുന്നത്. മോനെ, നീയും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവരുമായിട്ട് തർക്കിച്ച് പ്രശ്നത്തിനൊന്നും പോകണ്ട. ഒന്നാമത് വരണ ഇവിടെ ഇല്ല, നീ ഇവിടെ ഉള്ളതാ ഞങ്ങൾക്കുള്ള ഏക ആശ്വാസം. ഇനി നീ ഇതുപോലെ അവരോട് ഓരോന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ നിന്നെയും കൂടി അവരടിച്ചിറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മക്കും അച്ഛനും മുത്തശ്ശിക്കും ഒന്നത് താങ്ങാൻ പറ്റില്ല മോനെ. നീയും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോകും. അങ്ങനെ പറഞ്ഞ പത്മിനി സങ്കടപ്പെടുവാണ്. അത് കേട്ട് സൂര്യ അമ്മേനെ ആശ്വസിപ്പിക്കണേ. ഇല്ലമ്മേ, ഞാനിനി ഒരു പ്രശ്നത്തിനും പോവില്ല. അവർ പറയുന്നത് മറുപടി കൊടുക്കാനും പോവില്ല. അമ്മ വിഷമിക്കാതിരിക്കേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനെയും പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം ശരത്ത് പറയണേ, അതെ, ആ പ്രൊട്ടക്ഷൻ കൺട്രോൾ മാനേജറെ ഞാൻ വിളിക്കട്ടെ. നീ പോയി വിളിച്ചിട്ട് വാ. ഈ സമയം പ്രിയങ്ക മുത്തശ്ശിക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെ മുത്തശ്ശി, അവർ പല കാര്യങ്ങളും പറയും. അതിൽ മിക്കതും ചിലപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായെന്ന് പോലും വരില്ല. മുത്തശ്ശിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾക്കൊക്കെ എസ് എന്ന മറുപടി കൊടുക്കുക. മനസ്സിലാവാത്തതിന് നോ പറഞ്ഞോ. ഓ, ഇതൊക്കെ അത്രേ ഉള്ളല്ലേ? പിന്നെ അല്ലാതെ. അങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളും മാനേജറും വരുന്നുണ്ട്. അവർ പുതിയ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാണ് കേട്ടോ. അന്നേരം അതിനൊക്കെ പ്രിയങ്ക പറഞ്ഞതുപോലെയുള്ള മറുപടികളൊക്കെ കൊടുക്കുവാണ്. ചില നേരം മുത്തശ്ശി മണ്ടത്തരങ്ങളും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതെ, എത്രയും പെട്ടെന്ന് തന്നെ സിനിമയുടെ കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ ഇവിടെ വരുന്ന എല്ലാ ജോലിക്കാരും ഞങ്ങൾ പറയുന്നതനുസരിക്കണം. ആരും ഞങ്ങളെ ഭരിക്കാൻ വന്നേക്കരുത്. അങ്ങനെ അഹങ്കാരം കാണിക്കുന്ന ആരെ ഞങ്ങളിവിടെ വെച്ച് പൊറുപ്പിക്കില്ല. പിന്നെ എത്ര വലിയ സെലിബ്രിറ്റികളായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യം ആർക്കും കൊടുക്കാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? അതിനൊക്കെ പറ്റുമല്ലോ നിങ്ങൾക്ക്? പറ്റും മാഡം, ഞങ്ങൾ വേണ്ട പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അന്നേരം പ്രിയങ്കരണേ, എന്നാൽ ശരി, ഇതിലേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ശരത്ത് പറഞ്ഞു തരും. അങ്ങനെ ശരത്ത് അവരെ കൂട്ടിക്കൊണ്ടു പോകുവാണ് കേട്ടോ. ഉടനെ തന്നെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുവാണ് പ്രിയങ്കയും സുകുമാരിയും കൂടി. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ്. അവിടെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുവാണ്. രാധിക അവർക്കെല്ലാം ഭക്ഷണം വിളമ്പിയിട്ട് അവരുടെ ഒപ്പം രാധിക കഴിക്കാനിരിക്കുന്നുണ്ട്. അന്നേരം രാധിക പറയണേ, അത് പിന്നെ എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു. ഞാനേ ഒരു പുതിയ തീരുമാനം എടുത്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളും സങ്കടങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം, അതിന് ഇത് നല്ലതാണെന്ന് തോന്നി. എല്ലാവരോടും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഇന്നലെ ഞാൻ അതുവഴി ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ കൗസല്യ ചേച്ചിയുണ്ടല്ലോ, ചേച്ചിയുടെ കൊച്ചുമക്കൾക്ക് സംഗീതം പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചു. കേട്ടപ്പോൾ അതെനിക്കും നല്ലതാണെന്ന് തോന്നി. കുറേ നാളായല്ലോ സംഗീതത്തിലുള്ള പ്രാക്ടീസൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് സംഗീതം പഠിപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കില്ലേ? എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മറക്കാനും.
മനസ്സിന് സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറേതാണല്ലോ. മാത്രമല്ല ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. ഇക്കാര്യം അടുത്തൊക്കെ ഒന്ന് പറഞ്ഞാൽ മറ്റു ചില കുട്ടികളും കൂടി അറിഞ്ഞു വരും. എന്താ ഇതിൽ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം? അന്നേരം അച്ഛൻ പറയണേ, അതെന്താണെങ്കിലും നല്ല തീരുമാനം മോളെ. അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് സംഗീതവും ഡാൻസൊക്കെ പഠിപ്പിക്കാനും കുട്ടികളെ വിടാനായിട്ട് മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അന്നേരം യശോദയം പറയുന്നുണ്ട്, ദേവേട്ടൻ പറഞ്ഞ നേരാ. മാത്രമല്ല മോള് പറഞ്ഞല്ലോ മോളുടെ സങ്കടങ്ങളൊക്കെ മറക്കാൻ ഇത് നല്ലതാണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കും ഇത് തുടങ്ങുന്നതിൽ ഒരു എതിർപ്പുമില്ല. നല്ല കാര്യം തന്നെയാണ് മോളെ. ഈ സമയം വരുണിനോട് അഭിപ്രായം ചോദിക്കുക രാധിക. വരുൺ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. വരുണിൻ്റെ സമ്മതം എനിക്ക് ഏറ്റവും പ്രധാനം. അന്നേരം വരുൺ പറയണേ, എടോ താൻ ഈ സംഗീത ക്ലാസ് തുടങ്ങുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. താനിപ്പോൾ ഇത് പെട്ടെന്ന് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം. താൻ ഇവിടെ ഇരുന്നൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് തൽക്കാലം ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഉപകരിക്കും, അതുകൊണ്ടല്ലേ. അന്നേരം രാധിക പറയണേ, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. ഈ സമയം വരുൺ പറയണേ, എന്നാലേ ഞാനിതിന് സംഭവിച്ചിട്ടുള്ള യഥാർത്ഥ കാരണം എന്താണെന്നറിയോ? തൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താൻ തൻ്റെ അമ്മയെ പോലെ ലോകം അറിയപ്പെടുന്ന ഒരു ഗായികയാവണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള താനിങ്ങനെ ഒരു വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന അതിന് നടക്കില്ലല്ലോ. തൻ്റെ സംഗീതത്തിലുള്ള കഴിവുകൾ ഒന്ന് മിനുക്കിയെടുക്കണ്ടേ? കുട്ടികളെ ഇത് സംഗീതം പഠിപ്പിക്കുന്നതിലൂടെ തൻ്റെ ഉള്ളിലുള്ള സംഗീതം തന്നിലേക്ക് കൂടുതൽ ഇഴുകിച്ചേരും. അങ്ങനെ ഒരിക്കൽ തൻ്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ അമ്മ ആഗ്രഹിച്ച ഉയരത്തിൽ താനെത്തും. അത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അത് കേൾക്കുന്നതും രാധയ്ക്ക് സന്തോഷമാകുക. ഈ സമയം ദൈവം പറയണേ, കണ്ടില്ലേ മോളെ, ഇതുപോലെ എന്ത് കാര്യത്തിനും നിൻ്റെ സപ്പോർട്ടായിട്ട് ഇത്തരത്തിൽ ചിന്തിക്കുന്ന വരണ്ണ പോലൊരു ഭർത്താവിനെ കിട്ടിയതാ മോളെ നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അച്ഛൻ പറഞ്ഞത് ശരിയാ. എന്നാൽ പിന്നെ ഞാൻ അടുത്തുള്ള സ്ഥലത്തും വീട്ടിലൊക്കെ പോയിട്ട് ക്ലാസ് തുടങ്ങുന്നതിനെക്കുറിച്ച് പറയാം. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുവാണ് രാധിക. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനെയാണ് കേട്ടോ. ചന്ദ്രശേഖരൻ കാരണം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ഒരു സ്ഥലത്ത് പെട്ടെന്ന് വണ്ടി നിർത്തുവാണ്. ഈ സമയം അവിടെ നിൽക്കുന്ന സാറേനെ കാണുന്നുണ്ട്. അങ്ങനെ ചന്ദ്രശേഖരനെ കാണുന്നതും സാറ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആരോട് സംസാരിക്കുന്നത് പോലെ നിൽക്കുക. അന്നേരം ചന്ദ്രശേഖരൻ വന്ന് സാറേ വിളിക്കുക. ഒരു മിനിറ്റ്, അതെ ഞാൻ പിന്നെ വിളിക്കാം, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുക. ചന്ദ്രശേഖരൻ എന്താ ഇവിടെ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ, പക്ഷേ അയാളിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ആ സാറ് ഇവിടെ നിൽക്കുന്നത് കണ്ടത്. എന്തുപറ്റി? ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വന്നതാ. എന്താണെങ്കിലും ചന്ദ്രശേഖരൻ വന്നതല്ലേ, നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിച്ചാലോ? അത് പിന്നെ വൈഫ് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുക. അതിനെന്താ, അതെപ്പോഴും കഴിക്കുന്ന ഫുഡല്ലേ. ചന്ദ്രശേഖർ ഇപ്പോൾ എൻ്റെ കൂടെ വരൂ. അങ്ങനെ പറഞ്ഞ് ചന്ദ്രശേഖരനെയും കുട്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോകുവാണ്. സാറയുടെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ സാറ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയണേ, സത്യം പറയാമല്ലോ ചന്ദ്രശേഖർ, ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്നതിൽ എന്ത് സന്തോഷമുള്ളേ. കൂടെ ഒരാളുണ്ടെങ്കിലല്ലേ നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റൂ. അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കണേ, അല്ല സാറേക്കുറിച്ച് ഞാനിതുവരെ കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഒരു പരിചയമില്ലായിരുന്ന എന്നേക്ക് ഇത്രയും വലിയ സഹായം ചെയ്യാനും എന്നെ ഇപ്പം ഞാൻ ആഗ്രഹിച്ച പൊസിഷനിലെത്തിക്കാനും സാറയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങളുണ്ടായിട്ടുണ്ട്. ആരടുപ്പം വെച്ച് ചോദിക്കുവാണ്, സാറുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അന്നേരം സാറ് പറയണേ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരെ രസമില്ലെന്ന്. ജീവിതത്തിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. 23ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. പക്ഷേ കഷ്ടിച്ച് 1 മാസം പോലും ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല. അയാൾ എന്നെ ഉപദ്രവിച്ചിരുന്നു. വളരെ മോശപ്പെട്ട സ്വഭാവത്തിനുടമയായിരുന്നു അയാൾ. അന്നെനിക്ക് ആ പ്രായത്തിൽ ഈ കാണുന്ന പക്വതയും ധൈര്യവും തൻ്റെ ഇടം ഒന്നുമില്ലായിരുന്നു. അയാളുടെ ടോർച്ചറും ഉപദ്രവം ഒന്നും സഹിക്കാനാവാതെ ഞാൻ അയാളെ ഡിവോഴ്സ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ്. അങ്ങനെ സാറയുടെ വാക്കുകളൊക്കെ കേട്ടിരിക്കുന്ന ചന്ദ്രശേഖരനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ മിക്കവാറും ചന്ദ്രശേഖരൻ്റെ പതനം സാറയിലൂടെ തന്നെ ആവാനാണ് സാധ്യത. സാറക്ക് ചന്ദ്രശേഖരനെ കൊണ്ട് മറ്റെന്തോ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകളിലൂടെ തന്നെ കണ്ടറിയാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്